Hello dear students, welcome back to classroom. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആവും ട്ടോ. അപ്പോൾ മുമ്പ് നമ്മളൊരു കേരളത്തിന്റെ മാപ്പ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്റ്റുഡന്റിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്ടോ. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിന്റെ മാപ്പ് വരച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ട്ടോ. അത് ഞാൻ ഒരുപാട് പല ടെക്നിക്ക് എടുത്ത് നോക്കി കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരുപാട് മെത്തേഡ് ചെയ്തു നോക്കി. പക്ഷെ ഏറ്റവും ലാസ്റ്റിക്ക് സക്സസ് ആയത് ഏറ്റവും ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഈ ഒരു മെത്തേഡാണ്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള അതേ മെഷർമെന്റും കാര്യങ്ങളും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും ഇത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള അളവുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ വരച്ചിട്ടുള്ളത് A5 ബുക്കിലാണ്. A5 എന്ന് വെച്ചാൽ A4 ബുക്ക് ഇല്ലേ അതിന്റെ നേരെ പകുതിയാണ്. അപ്പൊ നിങ്ങളുടെ ബുക്ക് A4 സൈസ് വലിപ്പമുള്ള ബുക്കാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള മെഷർമെന്റും കാര്യങ്ങളും ഡബിൾ ആക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പൊ ഞാൻ A5 ബുക്കില് ഫസ്റ്റ് കേരളത്തിന്റെ മാപ്പ് വരക്കുന്ന സമയത്ത് ഫസ്റ്റ് 16 സെന്റിമീറ്റർ ആണ് ഞാൻ അളവ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗം 16 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ 32 സെന്റിമീറ്റർ എടുക്കുക കേട്ടോ. അപ്പൊ അത് എല്ലാം ഡബിൾ ആക്കിയിട്ട് വേണം നിങ്ങൾ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് എന്താ പറയാ ആ ഒരു മാപ്പ് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പറയാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് പിങ്കിന്റെ ഒരു അഡിക്റ്റ് ഉണ്ട്. ഞാൻ കുറെ ക്യാമറയിൽ വരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയത്, അത് കാണാതിരിക്കുമോ എന്നുള്ളത്. മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു കേരളത്തിന്റെ മാപ്പ് വരച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള അനുഭവമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചേർക്കാം. അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മാപ്പിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് പല അനുഭവങ്ങളും ഇൻസ്റ്റയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ അനുഭവം മുമ്പ് എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാരണം കുട്ടികളെല്ലാം ഇപ്പൊ അധികവും വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാരാണ് ഈ മാപ്പൊക്കെ വരച്ചു കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാത്രം അനുഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ചേർക്കുക. കാരണം അത് വീഡിയോ കാണുന്നവർക്ക് കൂടി നല്ലൊരു ഇൻസ്പിറേഷൻ ആവും. അപ്പൊ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാനുള്ളൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് വരക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. 16 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ബുക്ക് A5 ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 16 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ബുക്ക് A4 ബുക്കാണെന്നുണ്ടെങ്കിൽ 16 സെൻറ്റിമീറ്ററിന് പകരം 32 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കുക. ഞാൻ താഴത്തെ 8 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ബുക്ക് A4 ആണ് എന്നുണ്ടെങ്കിൽ 8ന് പകരമായിട്ട് 16 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. അതായത് 16 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ 16 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ആദ്യം വരച്ചില്ല, അതിൽ നിന്ന് 1/2 സെൻറ്റിമീറ്റർ ഒഴിച്ചിട്ടിട്ടാണ് ബാക്കി പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നത്. പോയിന്റുകൾ കറക്റ്റായിട്ട് ഇടാൻ നോക്കുക. ഫസ്റ്റിലെ പോയിന്റ് 2.5 സെൻറ്റിമീറ്ററിലാണ്, രണ്ടാമത്തെ പോയിന്റ് 4.5 സെൻറ്റിമീറ്ററിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് 6 സെൻറ്റിമീറ്ററിലാണ്. നാലാമത്തെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് 7.5 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് 9 സെൻറ്റിമീറ്ററിലാണ്. ആറാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് 12.2 സെൻറ്റിമീറ്റർ. ഏഴാമത്തെ പോയിന്റ് 14 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓരോ പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ, അത് ഏതൊക്കെ സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് അതിൻ്റെ അടുത്തായിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ എടുത്തിട്ടുള്ള അളവുകളും ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. പോയിന്റുകൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പോയിന്റുകൾ മാറുമ്പോൾ നമ്മുടെ ഔട്ട്ലൈനിന് വ്യത്യാസം വരും, പെർഫെക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്
കേരളത്തിൻ്റെ മാപ്പിൻ്റെ ആ ഒരു ചെരിവുണ്ട്, ഔട്ട്ലൈൻ ഒരു ചെരിവുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടാൻ നമ്മളിവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ പോയിൻറ്റിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വരക്കുന്നത്. ഓരോന്നും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ വരും. രണ്ടാമത്തെ പോയിൻറ്റിൽ നമ്മൾ 2.1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ലൈനാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിൻറ്റിൽ നമ്മൾ 3.2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനാണ് വരക്കുന്നത്. നാലാമത്തെ പോയിൻറ്റിൽ 3.7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വരക്കുന്നത്. ഓരോന്നും നമ്മൾ സ്കെയിലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ പോയിൻറ്റിൽ നമ്മൾ 4.4 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വരച്ചിട്ടുള്ളത്. ആറാമത്തെ പോയിൻറ്റിൽ 5.4 സെൻറ്റിമീറ്ററാണ് ലൈന് അളവെടുത്തിട്ടുള്ളത് കേട്ടോ. ഏഴാമത്തെ പോയിൻറ്റിൽ 6 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ലൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ ചെരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് തന്നെ വരക്കുക കേട്ടോ. കാരണം ചെരിഞ്ഞു പോയാൽ നമ്മുടെ ഔട്ട്ലൈനിന് മാറ്റം വരും. നമ്മൾ വിചാരിച്ചൊരു ഔട്ട്ലൈന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോയിലോട്ട് കറക്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഔട്ട്ലൈൻ ഇടുക കേട്ടോ. ഓരോ ചെരിവ് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർക്ക് എന്താ പറയുക, ഈ സെൻറ്റിമീറ്ററൊന്നും കറക്റ്റായിട്ട് എന്താ പറയുക മനസ്സിലാകാത്ത കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഔട്ട്ലൈൻസ് അതായത് മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻസൊക്കെ നേരെയാണെങ്കിൽ കൂടി ഈ ഓരോ ജില്ലകളുടെ ഷേപ്സ് നോക്കൂ, ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. നേരെ കൊണ്ടുപോയിട്ട് വരക്കരുത്. ചെറിയൊരു ചെരിവുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഓരോ ജില്ലയുടെയും ഔട്ട്ലൈനിന് പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരക്കാൻ നോക്കുക. ഇത്തരം ഔട്ട്ലൈൻസും ഡ്രോയിങ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പേന യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈനൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. പെൻസിൽ വെച്ചിട്ട് ചെയ്യുക. അതും ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള HB പെൻസിൽ പോലെയുള്ള പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കറക്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ ഒറ്റയടിക്ക് വീഡിയോ കണ്ടിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോയത്. ഓരോ ഭാഗവും നന്നായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാ ജില്ലകളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ആരുടേതും കംപ്ലൈൻറ്റ് വരാതെ വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഓരോ ജില്ലയുടെയും പേരുകൾ എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോ ജില്ലകൾ തമ്മിൽ ഉള്ള ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കളറിങ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ വലിയ ചാർട്ടിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞിട്ടുള്ള അളവിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട്, കാരണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കേട്ടോ, ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അളവുകൾ വലുതാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ചാർട്ടിലേക്ക് വരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സൈസ് 6 ഇരട്ടിയെങ്കിലും ആക്കിയെങ്കിലാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുക്കിലേക്ക് നമ്മുടെ ചാർട്ട് പേപ്പറിലേക്ക് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ അളവുകളും × 6 എന്നുള്ള മെഷർമെൻറ്റിൽ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പേന വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള പെൻസിലിൻ്റെ മാർക്കുകളൊക്കെ ചിലപ്പോൾ അവിടെ അടിയിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ അത് മായ്ച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ മാപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മൾ ഗീവ് അവേ ഒക്കെ നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് വന്നെങ്കിൽ മാത്രമാണ് ഇനി ഗീവ് അവേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ ഒരുപാട് മെറ്റീരിയൽസും മറ്റും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഗീവ് അവേ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.